ഹലോ ആൻഡ് വെൽക്കം ടു അനദർ പ്രൊഡക്റ്റീവ് എപ്പിസോഡ് ഓഫ് UPSC വിത്ത് ഐശ്വര്യ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഐഡിയൽ ടൈം ടേബിൾ ആണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ ഒരു ഐഡിയൽ ടൈം ടേബിൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പേ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ നേച്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. എപ്പോഴാണ് ഈ എക്സാം നടക്കുന്നത്? ഒന്നെങ്കിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള ഒരു സ്ലോട്ട് ഉണ്ടാവും. അതല്ല എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും 2 മണി മുതൽ 5 മണി വരെ. 3 മണിക്കൂർ ഉണ്ടാവും എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ സമയപരിധിക്ക് അകത്തായിരിക്കും കൂടുതൽ കോമ്പറ്റേറ്റീവ് എക്സാംസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ പരീക്ഷ നടക്കുന്ന സമയം നമ്മൾ ഒരിക്കലും ഒരു ദിവസം വെറുതെ കളയാൻ പാടില്ല. ഇപ്പം നാളെ നമ്മുടെ പരീക്ഷ രാവിലെ 9 മണി മുതൽ 11 മണി വരെയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 11 മണി മുതൽ 1 മണി വരെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കേണ്ട സമയവും നമ്മളുടെ അതേ സ്ലോട്ടിൽ തന്നെ ആയിരിക്കണമല്ലോ, അല്ലേ? അപ്പോൾ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ 9 to 1 ഉച്ചയ്ക്ക് ശേഷം 2 to 5 ഈ ടൈം പീരീഡ് നിങ്ങൾ വേറെ ഒരു കാര്യത്തിനും ഡെഡിക്കേറ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. ഈ സമയത്ത് എന്ത് വന്നാലും പഠിച്ചിരിക്കണം, എന്ത് വന്നു കഴിഞ്ഞാലും. അപ്പോൾ നമ്മുടെ പഠന സ്ലോട്ടിലെ 2 സ്ലോട്ടുകൾ, ഒന്ന് 9 to 1 രണ്ടാമത്തെ സ്ലോട്ട് 2 to 5. ഈ ടൈം പീരീഡിൽ നിങ്ങൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യരുത്, വേറെ ഒരു ആക്ടിവിറ്റിയിലും ഇൻവോൾവ് ആവരുത്. UPSC പ്രിപ്പറേഷൻ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം അവരുടെ എക്സാം CSAT ആയിരിക്കും. അപ്പോൾ ആ സമയം നിങ്ങൾ ഉറങ്ങാനാണ് പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മൂവി വാച്ച് ചെയ്യാനാണ് പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ നിങ്ങളുടെ എക്സാമിനെ ബാധിക്കും. അപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു PSC പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിലും അവരുടെ എക്സാമും വരുന്നത് എങ്ങനെയായിരിക്കും? ഒരു 9:15 മുതൽ ഒരു 11:15 വരെയോ, അല്ലെങ്കിൽ ഒരു 9:30 മുതൽ 11 വരെയോ ഒക്കെ ആയിരിക്കും എക്സാം വരാൻ പോകുന്നത്. SSC സ്റ്റുഡൻസിനും സെയിം ആണ് കാര്യങ്ങൾ. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ സമയം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ സ്ലോട്ടുകൾ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ 2 സ്ലോട്ടുകൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും, പിന്നെ 2 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയും. അപ്പോൾ 2 സ്ലോട്ട് നമുക്ക് കൺഫേംഡ് ആയി. എത്ര മണിക്കൂർ വെച്ചിട്ടാണ്? 4 മണിക്കൂറും അതേപോലെ തന്നെ 3 മണിക്കൂറും വെച്ചിട്ടുള്ള 2 സ്ലോട്ടുകൾ എന്തായാലും നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് എന്താ വേണ്ടത്? ഒരു ബൂസ്റ്റർ ഷോട്ടാണ്. അതായത് ആ ബൂസ്റ്റർ ആയിട്ടുള്ള സ്ലോട്ടിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അഡീഷണൽ ആയിട്ട്, അതായത് ഞാൻ കുറച്ച് കൂടുതൽ പഠിച്ചു എന്ന് നമ്മളെ സ്വയം വിശ്വസിപ്പിക്കാനും അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനും കൂടെ വേണ്ടിയിട്ട് നമുക്കൊരു ബൂസ്റ്റർ സ്ലോട്ട് വേണം. അപ്പോൾ ആ ബൂസ്റ്റർ സ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 5:30 to 7:30 പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ 5:30 to 7:30 എന്താ ഈ ഒരു സ്ലോട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അധികം ഉറക്കം വരുന്ന സ്ലോട്ടാണിത്. രാത്രി ആയോ എന്ന് ചോദിച്ചാൽ ആയിട്ടും ഇല്ല, എന്നാൽ ഒരു സന്ധ്യ നേരത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരും, ടയേർഡായിട്ട് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഓക്കെ ഞാൻ തീർന്നു, ഇന്നത്തെ പഠിത്തം തീർന്നു, അല്ലെങ്കിൽ ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തേക്കാം എന്നൊക്കെ തോന്നുന്ന ഒരു ടൈം പീരീഡാണിത്. ആ ടൈം പീരീഡ് നമ്മൾ പഠനത്തിന് വേണ്ടി കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ മൂന്നാമത്തെ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള സ്ലോട്ട് എന്ന് പറയുന്നത് 5:30 7:30 സ്ലോട്ടാണ്. ശരി, ഇനി കൂടുതലും കിട്ടുന്ന ക്വസ്റ്റ്യൻസ് രാവിലെയാണോ പഠിക്കേണ്ടത് രാത്രിയാണോ പഠിക്കേണ്ടത് എന്ന് ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ചില കുട്ടികൾക്ക് രാവിലെ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും, രാവിലെ ഏർലി മോർണിംഗ് എണീറ്റ് പഠിക്കുന്നവരുണ്ടായിരിക്കും. വേറെ ചില കുട്ടികളോ അവരാണെങ്കിൽ രാത്രി ഇരുന്ന് പഠിക്കുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ രാവിലെ പഠിക്കുന്ന കുട്ടികളെയും രാത്രി പഠിക്കുന്ന കുട്ടികളെയും ഇതിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്യാം. അപ്പോൾ എന്താ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഞാനൊരു ഏർലി ബേർഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കൊരു ടൈം സ്ലോട്ട് ഞാൻ തരാം, അതാണ് 5 to 8. ഓക്കെ, 5 to 8 നിങ്ങൾ പഠിക്കുക. പിന്നെ അടുത്ത സ്ലോട്ടിൽ നിങ്ങൾ 9 o'clock സ്റ്റാർട്ട് ചെയ്യാം. അതായത് 9 o'clock സ്ലോട്ടിൽ ഒരു കോംപ്രമൈസിങ്ങും ഇല്ല കേട്ടോ. അപ്പോൾ രാവിലെ ഏർലി ബേർഡ്സിന് നമുക്ക് 5 to 8 എന്നുള്ള, അല്ലെങ്കിൽ 5 to 7:30 നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അങ്ങനെ ഒരു സ്ലോട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. അങ്ങനെയുള്ള കുട്ടികൾക്ക് അവരുടെ പഠനം വൈകിട്ട് 7:30 ആകുമ്പോൾ തീർന്നു. പിന്നെ അവർക്ക് കുറച്ച് സോഷ്യൽ മീഡിയ ഒക്കെ കാര്യങ്ങൾ യൂസ് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ കാണണമെങ്കിൽ കാണാം, എന്നിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങാം. റൈറ്റ്. അതല്ല, ഇനി രാത്രി പഠിക്കുന്ന നൈറ്റ് ഔൾസിൻ്റെ കാര്യമാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും? 7:30 കഴിഞ്ഞിട്ടുള്ളൊരു സ്ലോട്ടാണ്. അപ്പോൾ അതിന് പറ്റിയൊരു സ്ലോട്ടാണ് 9 to 12. ഓക്കെ, അപ്പോൾ 9 to 12 നിങ്ങൾ പഠിക്കുന്നു, നിങ്ങൾ കിടന്നുറങ്ങുന്നു. നിങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ട് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും എണീക്കുക, അല്ലെങ്കിൽ ഒരു 7:30 ആകുമ്പോഴായിരിക്കും എണീക്കുക, എന്നിട്ട് നിങ്ങൾ 9 മണിയുടെ സ്ലോട്ട് തുടങ്ങുകയാണ്. ഇങ്ങനെയും നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാനിനകത്ത് നമ്മൾ ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? നമ്മൾ രാവിലെ പഠിക്കുന്ന ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, രാത്രി പഠിക്കുന്ന ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ
എന്താ ഇതിനകത്ത് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന കാര്യം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 7:30 വരെയുള്ള ടൈം പീരീഡാണ്. ഇനി ചില ആൾക്കാരുണ്ട് ഏർലി മോർണിംഗും പഠിക്കാൻ പറ്റില്ല, അവർക്ക് രാത്രി ലേറ്റ് ആയിട്ട് ഇരുന്നിട്ടും പഠിക്കാൻ പറ്റില്ല എന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ മോർണിംഗ് സ്ലോട്ടുകൾ മാത്രം പഠിക്കാം. മോർണിംഗ് സ്ലോട്ടുകൾ മാത്രം ആകുമ്പോൾ 9 to 1 എന്ന് പറയുമ്പോൾ 4 മണിക്കൂറായി, 2 to 5 എന്ന് പറയുമ്പോൾ 3 മണിക്കൂറായി, 5:30 to 7:30 എന്ന് പറയുമ്പോൾ വീണ്ടും 2 മണിക്കൂറായി. അപ്പം തന്നെ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു 9 hours ഓഫ് സ്റ്റഡി നിങ്ങൾ സെക്യൂർഡ് ആണ്. ഓക്കെ, ആ സെക്യൂർഡ് ആയിട്ടുള്ള 9 ഹവേഴ്സിൻ്റെ അഡീഷണൽ ആണ് നിങ്ങൾക്ക് ഈ രാവിലെ കിട്ടുന്ന സമയവും അതുപോലെ തന്നെ രാത്രി കിട്ടുന്ന സമയവും. അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുന്ന ആളാണ്. നിങ്ങൾക്ക് 9 മണിക്കൂർ പഠിച്ചാൽ മതിയോ അതോ അതിൽ കൂടുതൽ 12 മണിക്കൂർ പഠിക്കണോ? 12 മണിക്കൂർ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഏർലി ബേർഡ് ആണോ നൈറ്റ് ഔൾ ആണോ എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. ഇനി ചില ആൾക്കാർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടി വരുമായിരിക്കും, അല്ലെങ്കിൽ ചിലവർക്ക് കോളേജിൽ പോകേണ്ടി വരുമായിരിക്കും, സ്കൂളിൽ പോകേണ്ടി വരുമായിരിക്കും, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആയിട്ട് പുറത്ത് പോകേണ്ട അത്യാവശ്യങ്ങളുണ്ടാവും. അപ്പോൾ ഇതിൽ എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളതല്ലേ. നിങ്ങൾക്കപ്പോൾ സ്ലോട്ടുകൾ റീപ്ലേസ് ചെയ്യാം. ഇപ്പോൾ രാവിലെ ചെയ്യേണ്ട ആക്ടിവിറ്റി ആണെങ്കിൽ രാവിലത്തെ സ്ലോട്ട് മാത്രം റീപ്ലേസ് ചെയ്യൂ. അതായത് 9 to 1 കാര്യങ്ങൾ ആ ഒരു ടൈം പീരീഡ് മാത്രം റീപ്ലേസ് ചെയ്യുക. ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണം, ആ ഒരു ടൈം സ്ലോട്ട് മാത്രം റീപ്ലേസ് ചെയ്യുക. ഇപ്പം നിങ്ങൾ ജിമ്മിൽ പോകുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, 5:30 to 7:30 നമ്മുടെ ബൂസ്റ്റർ സ്ലോട്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാം. പക്ഷേ നിങ്ങൾ നോക്കേണ്ട കാര്യം സ്ലോട്ടുകളായിട്ടായിരിക്കണം റീപ്ലേസ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതിൻ്റെ ഇടയിലുള്ള ടൈം ഭയങ്കര എന്താ പറയുക കംപ്ലീറ്റ്ലി ഡാമേജ് ചെയ്തിട്ട് അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് അങ്ങനെ ചെയ്യരുത്, അത് ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ 4 ടൈം സ്ലോട്ട് ഉണ്ട്, ആ 4 ടൈം സ്ലോട്ടിൽ ഏതെങ്കിലും ഒരു ടൈം സ്ലോട്ട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്റ്റേണൽ ആക്ടിവിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ല എന്നുണ്ടെങ്കിൽ 4 ടൈം സ്ലോട്ടും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ, ഓക്കെ ഇന്ന് ഞാൻ എൻ്റെ 3 ടൈം സ്ലോട്ട് കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ 2 ടൈം സ്ലോട്ട് കംപ്ലീറ്റ് ചെയ്തു, 2 എണ്ണത്തിനകത്ത് എനിക്ക് വേറെ കാര്യങ്ങളിൽ ഞാൻ ബിസിയായി. ഈ ഒരു രീതിയിൽ നിങ്ങൾ അക്കൗണ്ടബിൾ ആയിരിക്കണം, നിങ്ങൾക്ക് എണ്ണി പറയാൻ പറ്റണം. അങ്ങനെയാണ് നിങ്ങളുടെ സ്റ്റഡി അക്കൗണ്ടബിൾ ആക്കുന്നത്, അങ്ങനെയാണ് നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഈ ഒരു സ്ലോട്ടിനകത്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനാണ്. ഓക്കെ, ഇപ്പോൾ ഒരു UPSC ആസ്പിരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ലോട്ടിൽ അവർ GSൻ്റെ കാര്യങ്ങൾ പഠിക്കുന്നു, ഒരു സ്ലോട്ടിൽ CSATനുള്ള കാര്യങ്ങൾ പഠിക്കുന്നു, ഒരു സ്ലോട്ടിൽ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നു, ഒരു സ്ലോട്ട് ആകട്ടെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുന്നു. അപ്പോൾ ഓരോ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഓരോ രീതിയാണ്. അപ്പോൾ ആ രീതിക്ക് അനുസരിച്ച് പ്ലാൻ ചെയ്യേണ്ട, സ്ലോട്ട് ഫില്ല് ചെയ്യേണ്ട ആൾക്കാർ നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു ടൈം ടേബിൾ, ഐഡിയൽ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അത് പ്ലേസ് ചെയ്യാൻ ശ്രമിക്കൂ. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കും ഇത് ഫോളോ ചെയ്യാമല്ലോ. അപ്പോൾ മാക്സിമം എല്ലാവരും നിങ്ങളുടെ ഒരു ഐഡിയൽ ടൈം ടേബിൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക, സഹകരിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.